7ാമത്തെ വയസ്സിൽ അച്ഛൻ വീട് വിറ്റ്. അന്ന് ഒരു 10,000 രൂപയുടെ കടം വന്നപ്പം അച്ഛൻ വീട് വിറ്റതാണ്. എന്നെ പോലെ ഒരുപാട് വിക്ടിംസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ സ്റ്റാമറിങ് വിക്കിൻ്റെ ഇഷ്യൂ വന്നത് തന്നെ ഈ ചെറിയ ഇൻസിഡൻറ്റിൽ നിന്നുണ്ടായ സംഭവമാണെങ്കിൽ ഇത് തന്നെ വളരെ വലിയ ജീവിതകാലം മൊത്തം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലക്ഷപ്രഭു ആകാം, നീ +2 പഠിച്ചിട്ടുള്ളൂ, നിനക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല, ഇതാണ് നിൻ്റെ ജീവിത ലക്ഷ്യം, ഇത് അച്ചീവ് ചെയ്തില്ല നീ തീർന്നുള്ള ലെവലിൽ എൻ്റെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. എനിക്കൊരു ലക്ഷങ്ങൾ മാസം സമ്പാദിക്കണം എന്നുള്ളത്. 5,000 രൂപയായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ബിസിനസ്സിനകത്ത്. കൂട്ടുകാരി എനിക്കൊരു കമ്മല് പണയം വെച്ച് 400 വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അന്നും ഈ 500 ഉണ്ടാക്കാൻ പോലും എനിക്ക് കെൽപ്പില്ല. വീട്ടിൽ 500 രൂപയ്ക്ക് 100 വിസിറ്റിംഗ് കാർഡ്, 100 ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ വെച്ചിട്ട് 1 ഫ്ലെക്സൊക്കെ അടിച്ച് വെച്ച് അങ്ങനെ തുടങ്ങുന്നത്. നമ്മൾ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത് കാരണം നമ്മൾ പ്രീമിയം സർവീസ് കൊടുക്കുന്നു. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവരൊന്നും അറിയണ്ട. നമുക്ക് പറ്റിയ ആളാണെന്നുണ്ടെങ്കിൽ അവന് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ നമ്മൾ അതിനുള്ള സർവീസുകൾ കൊടുത്ത് കൃത്യമായിട്ട് അവരെ മാനേജ് ജോലിയായി കൊടുക്കും. മാസത്തിൽ ഞാൻ പറയാൻ പറ്റും, എൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു 350 മുതൽ 500 പേർക്ക് വരെ ഒരു മാസം നമ്മൾ ജോബ് കൊടുക്കുന്നുണ്ട്. ടേണിംഗ് പോയിന്റിൻ്റെ വഴിത്തിരിവ് നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജനിച്ചപ്പോൾ ലക്കി സ്റ്റാർ എന്ന് വിളിച്ചിരുന്ന ബാല്യം, വളർന്നു തുടങ്ങിയപ്പോൾ ആ ലക്കി സ്റ്റാർ വിളി പതിയെ മാഞ്ഞു തുടങ്ങി. പിന്നീട് ആ കുട്ടിയുടെയും അതുപോലെ ആ കുടുംബത്തിൻ്റെയും ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതും അതുപോലെ ദുരന്തപൂർണവുമായിരുന്നു. കൂടാതെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിക്കൂടിയായപ്പോൾ എല്ലാം പൂർണ്ണമായി. എന്നാൽ ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇന്ന് ആ ചെറുപ്പക്കാരൻ എത്തി നിൽക്കുന്നത് ആസ്പയർ കേരള എന്നൊരു സ്ഥാപനത്തിലേക്കാണ്. ധനുജ് എന്നാണ് ആ സംരംഭകൻ്റെ പേര്. ഹായ് ധനുജ്, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. താങ്ക് യു. ധനുജിൻ്റെ സ്വദേശം എവിടെയാണ് ശരിക്കും? ആലപ്പുഴയിലാണ്. അപ്പം ഞാൻ താമസിച്ചത് ഈ ചന്ദ്രക്കാവ് സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ പക്ഷേ അവിടെ ആണെങ്കിലും ഏകദേശം സാറ് പറഞ്ഞ പോലെ ഞാൻ ജനിച്ച സമയത്താണ് എൻ്റെ വീട് പണി ആരംഭിച്ചത്. അതാണ് ഞാൻ ലക്കി സ്റ്റാർ എന്ന് ഇത് സാറ് പറഞ്ഞു തോന്നുന്നു. അപ്പം ജനിച്ച സമയത്താണ് വീട് എൻ്റെ പണി തുടങ്ങിയതും. അത് കഴിഞ്ഞ് ഒരു 7ാമത്തെ വയസ്സിൽ അച്ഛൻ വീട് വിറ്റ്. അത് വീട് വിൽക്കുകയുണ്ടായി. കാരണം വിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അന്ന് ഒരു 10,000 രൂപയുടെ കടം വന്നപ്പം അച്ഛൻ വീട് വിറ്റതാണ്. 10,000 രൂപയുടെ കടം. അപ്പം അന്നത്തെ 10,000 ചിലപ്പോൾ ഒരു 50,000 മേളിലായിരിക്കും. പക്ഷെ അന്ന് ആ ഒരു ചെറിയ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ അച്ഛൻ ആ ഒരു വീട് വിറ്റ്. പക്ഷെ അന്ന് ആ സമയത്ത് അമ്മ സ്ട്രോക്ക് വന്ന് റിക്കവറായിട്ട് തളർന്നിടുന്ന സാഹചര്യത്തിലുമായിരുന്നു. അന്നാണ് വീട് വിറ്റ് ഞാനും ചേച്ചിയും ചേട്ടനും ഉണ്ട്, ഞങ്ങൾ 3 പേരും, പിന്നെ അച്ഛനും അമ്മയും അച്ഛനും, ഇത്രയും പേരുമായിട്ട് വീട് മാറി. പിന്നെ ഏകദേശം ഒരു 10ഓളം വാടക വീട്ടിലുള്ള ഞങ്ങൾ 10 മേളിൽ താമസിച്ചിട്ടുണ്ട്. കണക്കറിയത്തില്ല, കാരണം ഓരോ 2 വർഷം കൂടുമ്പോഴല്ലോ 1 വർഷം കൂടുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് അറിയത്തില്ല. അപ്പം അങ്ങനെ 10-15 വർഷത്തോളം ഈ 17 വർഷത്തോളം വാടക വീട്ടിൽ, അങ്ങനെ പല വാടക വീട്ടിലായിട്ട് താമസിച്ച്, പിന്നെ സ്വന്തം സ്ഥലത്ത് തന്നെ വാടകയ്ക്ക് 2-3 വീട് താമസിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നോർമൽ ദാരിദ്ര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അച്ഛൻ അത്ര റെസ്പോൺസിബിൾ അല്ലായിരുന്നു. അച്ഛനൊരു ഫാമിലി മാൻ അല്ലായിരുന്നു. അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറച്ച് മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലൈഫ് അങ്ങ് പോകുകയാണ്. അമ്മയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടു പോകുന്നതും അയാളുടെ അമ്മയായിരുന്നു. അപ്പം അമ്മയുടെ തോളിലാണ് കംപ്ലീറ്റ് ഭാരവും. കാരണം വാടക കൊടുക്കുന്നതാണ്. ആ വീട് വിറ്റ് 1.25 ലക്ഷത്തിനാണ് വീട് വിറ്റത്. വീട് വിറ്റിട്ട് ഏകദേശം ഒരു പിന്നെ ഈ 1.25 ലക്ഷം രൂപയൊക്കെ തീർന്ന ശേഷം പിന്നീട് അമ്മയാണ് വാടക കൊടുക്കുന്നത്, എല്ലാം കൊടുക്കുന്നത്. അച്ഛൻ 50 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അപ്പോൾ അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ അപ്പോൾ ആ സമയത്ത്? അമ്മ അന്ന് ആ സമയത്താണ് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞിട്ട് വീട്ടു ജോലി ചെയ്യുന്നതിന് ശേഷം അംഗൻവാടി ജോലി കിട്ടി. അങ്ങനെ അമ്മയാണ് റെസ്പോൺസിബിലിറ്റി എല്ലാം. അമ്മ തന്നെ റെസ്പോൺസിബിലിറ്റി എടുത്തെടുത്ത് അച്ഛനെ സമ്മതിച്ചിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ ജോലിക്ക് പോകും, വൈകുന്നേരം 10 മണിയാകുമ്പോൾ വരും. നമുക്ക് തന്നെ കാണാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ആയിരുന്നു. കാരണം അച്ഛൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ സൺഡേയും പോവും. അപ്പം അമ്മയാണ് കംപ്ലീറ്റ് റെസ്പോൺസ് എടുത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് എനിക്ക് പഠിച്ചൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അപ്പോൾ അതായത് അച്ഛൻ ഒരു പറഞ്ഞ പോലെ അച്ഛൻ്റെ ഒരു സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വീട് വിൽക്കുകയും, സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ല, ഒരു ചെറിയൊരു പ്രഷർ താങ്ങാതെ വീട് വിൽക്കുകയും, അതിനുശേഷം അച്ഛൻ്റെ കൂട്ടുകെട്ടും കാര്യങ്ങളും ആ ഒരു
മദ്യപാനം ആസക്തി കൊണ്ട് ഒരു ചെറിയ അന്ന് എടുത്ത ചെറിയ തീരുമാനമാണെങ്കിലും പക്ഷെ അത് ഞങ്ങളെയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീട് വിൽക്കാന്നുള്ള തീരുമാനം കഴിഞ്ഞ് ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓരോ തീരുമാനങ്ങളും എങ്ങനെ എടുക്കണമെന്നുള്ളതും, കാരണം എടുത്താൽ നമ്മൾ ഭാവിയിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതും അച്ഛൻ്റെ ആ ഒരു ചെറിയൊരു കാര്യത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ധനുജിൻ്റെ പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ആലപ്പുഴ ടി ഡി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് CMS, അതിന് ടി ഡി സ്കൂൾ, അത് കഴിഞ്ഞ് പഴവീട് +2 പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പഠന സമയത്ത് എനിക്ക് പറയാനുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്, കാരണം ഇതിന് ടീച്ചിങ്ങിനകത്തും നമ്മുടെ ലൈഫ് നമ്മളൊരു പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വരെ നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ് സ്കൂൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 5ോ 6ലോ പഠിക്കുന്ന സമയത്ത് ടീച്ചർ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പുസ്തകം വായിക്കാൻ, ഇങ്ങനെ നമ്മൾ ടീച്ചർമാർ പറയുമല്ലോ, ഇങ്ങനെ പുസ്തകം വായിക്കാൻ പറഞ്ഞ്, എന്തോ ഇംഗ്ലീഷാന്ന് തോന്നുന്നു, ഇംഗ്ലീഷോ ഈ മലയാളം എനിക്ക് തോന്നില്ല. അപ്പം ആ സമയത്ത് ബുക്ക് വായിക്കാൻ ഇത്രയും പിള്ളേരുടെ മുന്നിൽ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ പോയി ബുക്ക് വായിച്ചു. കാരണം ഭയങ്കര ടെൻഷൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. അങ്ങനെ പോയി വായിച്ച സമയത്ത് എനിക്ക്, കാരണം ആ സമയത്തൊന്നും എനിക്ക് മലയാളം അത്രയ്ക്കും ഒന്നും ഫ്ലുവൻ്റ് ആയിട്ടൊന്നും പറയാൻ വായിക്കാനൊന്നും അത്ര ഇതില്ലായിരുന്നു. വായിച്ച സമയത്ത് എനിക്ക് ശരിക്കും ടെൻഷനും പേടിയും ഇതെല്ലാം കൊണ്ട് വായിക്കാനോ ക്ലിയറായിട്ട് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് ടീച്ചർ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. കുട്ടികളുടെ ഇടയിൽ എനിക്കെന്തോ ഒരു സംസാര വൈകല്യം ഉണ്ടെന്നുള്ളൊരു വന്ന് എനിക്കും അങ്ങനെ ഒരു തോന്നി. പിന്നീടും ഇതേ സാഹചര്യം ഉണ്ടായ സമയത്തും ഇതേപോലെ തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് അത് എന്നെ തന്നെ എന്ത് ചെയ്തൊരു മെൻ്റൽ ബ്ലോക്ക്. കാരണം എനിക്കില്ലാത്തൊരു കാര്യം എനിക്കുണ്ട് എന്നുള്ളത് എവിടുന്നോ കിട്ടി. ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മെൻ്റൽ ബ്ലോക്സുകൾ വർഷങ്ങളോളം എന്നെ നീണ്ടു നിന്നു. ശരിക്കും ആ ഒരു സമയത്തിലാണ് നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ആ സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുവരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം അന്ന് ആ ടീച്ചർ ഒന്ന് ഇതൊക്കെ നോർമലാണ് എന്ന ലെവലിൽ സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു പ്രോബ്ലം എനിക്ക് വരത്തില്ലായിരുന്നു. എന്നെപ്പോലെ ഒരുപാട് വിക്ടിംസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ സ്റ്റാമറിങ് വിക്കിൻ്റെ ഇഷ്യൂ വന്നത് തന്നെ ഈ ചെറിയ ഇൻസിഡൻറ്റിൽ നിന്നുണ്ടായ സംഭവമാണെങ്കിൽ ഇതെന്നെ വളരെ വലിയ ജീവിതകാലം മൊത്തം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ +2 ലൈഫ് കഴിഞ്ഞ ശേഷം ഞാനപ്പം വിചാരിച്ചിട്ടുള്ള സംസാരമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ജോലി ചെയ്യണം, എന്നെക്കൊണ്ട് അതേ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് ഞാൻ പത്രപരസ്യം കണ്ട്, ഇങ്ങനെ വിക്ക് മാറ്റാനുള്ള പത്രപരസ്യം കണ്ടു. അപ്പോൾ ഞാനിതിങ്ങനെ സംഭവം എവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും ചേച്ചിയിരുന്ന് ഒരുപാട് പത്രം ഇങ്ങനെ തോന്നി 2-3 മാസം കൊണ്ടാണ് ആ പത്രം കണ്ടുപിടിച്ച് ആ പത്രത്തിൽ നിന്ന് ആ പരസ്യം കട്ട് ചെയ്ത് അവിടെ വിളിച്ചു ചോദിച്ചപ്പം 17,500 രൂപയാണ് അന്നത്തെ ഫീസ് വരുന്നത്. കടവന്തരയുള്ള സ്റ്റട്ടൻ ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അപ്പം അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ശരിക്കും എനിക്ക് 17,500 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വാല്യൂ വെച്ച് നോക്കുവാണെങ്കിൽ 17 ലക്ഷം രൂപയോളം അതിലും മേളിൽ വരും. കാരണം എനിക്ക് 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. കാരണം ഒരു സിപ്പപ്പ് മേടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്ത സമയത്ത് 17,500 എന്നൊക്കെ പറയുമ്പം ഞാൻ അതിനുവേണ്ടി 1.5 വർഷത്തോളം ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അമ്മയുടെ ലോൺ പാസ്സാകാൻ വേണ്ടിയിട്ട് 1.5 വർഷത്തോളം കാത്തിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു കാത്തിരിപ്പെന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ +2 കഴിഞ്ഞ ശേഷം അവിടെ ട്രെയിനിങ്ങിന് പോയി ഏകദേശം എൻ്റെ സംഭവം മനസ്സിലായി. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പ്രശ്നമല്ല ഇത്, എൻ്റെ മെൻ്റൽ ബ്ലോക്കാണെന്നുള്ളത് മനസ്സിലായി. ഇതേപോലെ ബ്ലോക്ക് അനുഭവിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ അത് അവരുടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാഡായിട്ടുള്ള പാരൻറ്റിങ്ങും അതായത് ബാഡായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുപോലെ അവരുടെ കൂട്ടുകെട്ടും ഒരുപാട് ഇതിനെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ശരിക്കും എന്താണ് എൻ്റെ പ്രശ്നം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരെ ഉത്തരവാദി ആരുമല്ല. അപ്പോൾ ഇതാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത്. കാരണം ഒരാളെ സംബന്ധിച്ചിട്ട് അവൻ്റെ ബാക്കപ്പ് സ്റ്റോറി ആരും തിരക്കത്തില്ല. ഈ പ്രസന്റ് ഇപ്പം എന്താണ് അതാണ്. അന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഏതൊക്കെ ജോലിയാണ് ചെയ്തിട്ടുണ്ടിരുന്നത്? ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ കാർപ്പൻ്ററായിട്ടും പ്ലംബറായിട്ടും ഇങ്ങനത്തെ എക്സെട്രാ ജോബുകളാണ്. അതായത് സംസാരം ബന്ധപ്പെടാത്ത എന്തൊക്കെ ജോലിയുണ്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിങ്ങിന് പോയ ശേഷം എനിക്ക് അവിടുന്ന് കിട്ടിയൊരു കൊട്ടേഷൻ എന്ന് പറയുന്നത് അതാണ് എന്നെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് അതാണ്. ഞാൻ അന്ന് അതായത് അവിടുത്തെ സാർ എൻ്റെ അടുത്ത് ഒരു സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പേടിക്കുന്ന കാര്യം വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പേടി മാറും. ഈ ഒറ്റ പോയിൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഈ സംഭവം നമുക്ക് ഒരാളിത് പറഞ്ഞെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ
ഭയങ്കര ബുദ്ധിമുട്ടുമാവും. അപ്പം ഞാൻ ഈ സമയത്ത് ഞാൻ പിന്നെ വർക്ക് ചെയ്തെല്ലാം സെയിൽസിൽ വർക്ക് ചെയ്ത് അങ്ങനെ അവിടെ കാലപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ വർക്ക് ചെയ്തു. ശേഷം ഞാൻ നെക്സ്റ്റ് ജോയിൻ ചെയ്തത് മാർക്കറ്റിങ്ങിലാണ്. അതായത് ഡയറക്റ്റ് ടു ഡയറക്റ്റ് സെല്ലിങ്, അത് വീടുകളിൽ പോയിട്ട് ബുക്ക് വിൽക്കുന്ന പരിപാടിയാണ്. പക്ഷെ അന്ന് ഈ സമയത്ത് അവിടെ ഉള്ള ബാക്കിയുള്ള എല്ലാവരും വർക്ക് ചെയ്തത് ബുക്സ്, അവിടെ വർക്ക് ചെയ്ത 3 മാസം കൊണ്ട് മാനേജറാകാൻ, ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നുള്ള മോട്ടിവേഷനാണെങ്കിൽ എൻ്റെ മോട്ടിവേഷൻ അതല്ലായിരുന്നു. എനിക്ക് ആൾക്കാരെ സംസാരിക്കണം, എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പക്ഷേ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്, പക്ഷെ നമുക്കങ്ങനെ. അപ്പോൾ എന്നിൽ എന്ത് ചെയ്തു, ഇതാണ് എൻ്റെ മോട്ടിവേഷൻ. ഞാനെങ്ങനെ ഇവരൊക്കെ 10-15 വീട്ടിൽ കയറുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 10-100 വീട്ടിൽ കയറും. അവർക്ക് സെയിലുണ്ടാവും, എനിക്ക് സെയിലുണ്ടാകത്തില്ല. അതേ വ്യത്യാസമുള്ളൂ. അപ്പം ഞാനങ്ങനെ പോയി 3 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്തു, അത് മാറി. അതെൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് മാറി എന്ന് പറയാം. ഞാൻ പേടിക്കുന്ന കാര്യം എൻ്റെ കഴിവുകേട് എന്നെ കഴിവാക്കി മാറ്റി. ആ ഒരു മാർക്കറ്റിങ്ങും സെയിൽസും ആണെന്ന് എനിക്ക് അറിയാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജയസൂരുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ആ ഒരു സിനിമ, അതെ അതിനോട് നമുക്ക് ശരിക്കും ഉപയോഗിക്കാവുന്നൊരു സ്റ്റോറിയാണ് ശരിക്കും ഇത് പറയുന്നത്. ശരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും ജോലികൾ ചെയ്തു, സ്വന്തമായിട്ടൊരു സംരംഭത്തിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? ഞാൻ ഈ ജോലി ചെയ്ത സമയത്ത് എനിക്ക് ആ മാർക്കറ്റിംഗ് വർക്കിന് പോയെന്ന് പറഞ്ഞില്ല. അപ്പോൾ മാർക്കറ്റിംഗ് വർക്കിന് പോയ സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ആ മാർക്കറ്റിങ്ങിലുണ്ട്. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നമ്മൾ 10 കിലോ ഭാരം എടുത്തിട്ട് തോളത്ത് വിടും, 2-3 കിലോ എടുത്ത് കയ്യിലും പിടിച്ച് ബുക്സാണ്. അതായത് ഒരു ബുക്ക് തന്നെ 1.5 കിലോ, 1 കിലോളം വെയിറ്റ് ഉണ്ടാകും. കാരണം എൻസൈക്ലോപീഡിയൊക്കെ ഈ ബുക്കും കൊണ്ട് വീട് വിടാന്തരം വിറ്റ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം സംസാരമായിരുന്നു, എൻ്റെ ഒരു സംസാരിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവർ ഈ ഡെയിലി മീറ്റിംഗ് എടുക്കും. ഇതിൽ നിങ്ങൾക്ക് ലക്ഷപ്രഭു ആകാം, നീ +2 പഠിച്ചിട്ടുള്ളൂ, നിനക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല, ഇതാണ് നിൻ്റെ ജീവിത ലക്ഷ്യം, ഇത് അച്ചീവ് ചെയ്തില്ല നീ തീർന്നു എന്നുള്ള ലെവലിൽ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞ്. അപ്പം നമുക്ക് സംബന്ധിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്, എനിക്കൊരു ലക്ഷങ്ങൾ മാസം സമ്പാദിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ നടക്കത്തില്ല. കാരണം എൻ്റെ കൂടെ വന്നവർ അന്നും ഇന്നും അപ്പോഴും നിപ്പുണ്ട്, ഒരാൾ പോലും സക്സസ്ഫുൾ. എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, എനിക്കൊരു സ്പാർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്, എനിക്ക് സംഭവം വിജയിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ബിസിനസ്സിലോട്ട് കടക്കാൻ കാരണം എൻ്റെ ഫ്രണ്ട് ഇതേപോലൊരു ഓൺലൈൻ കമ്പനിയിൽ വിളിച്ചു. അവിടെ വിളിച്ച ശേഷം ഇപ്പോൾ ഈ സ്പാർക്ക് കിടപ്പുണ്ട്, എങ്ങനെയെങ്കിലും വിജയിക്കണം. പക്ഷെ ആ കമ്പനി എന്ന് പറയുന്ന ജ്യോതിഷോ പുള്ളിക്ക്, ആ പുള്ളി സംബന്ധിച്ചിട്ട് ഓൺലൈൻ കമ്പനിയാണ് തുടങ്ങിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി നന്നായിട്ട് സംസാരിക്കും, തൃശ്ശൂരുകാരനാണ്. പക്ഷേ പുള്ളിയുടെ ബിസിനസ് നോളജ് എന്ന് പറഞ്ഞ ജ്യോതിഷമാണ്. പുള്ളി എന്ത് ചെയ്യും, ബിസിനസ് കുറയുമ്പോൾ കബഡി നിരത്തി നോക്കിയിട്ട് പറയുന്നത് ശുക്രൻ കറക്റ്റല്ല, അല്ലെങ്കിൽ അവിടെ ആ പുള്ളിയുടെ ടൈപ്പ് അതാണ്, അപ്പോൾ പുള്ളിയുടെ നോളജ് അതാണ്. പിന്നെ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ ആ കമ്പനിയെ ഞാൻ സാറിനടുത്ത് ഇങ്ങനെ പറയും, സാർ ഇങ്ങനെയല്ല, ശരിയല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം. പുള്ളിക്ക് എന്ത് ചെയ്തു, പിന്നെ അത് എന്നോടൊരു ദേഷ്യമായി തുടങ്ങി. ആദ്യമൊക്കെ സന്തോഷമാണല്ലോ, പിന്നെ ദേഷ്യം. നമ്മൾ പുള്ളിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് മാർക്കറ്റിംഗ്, ഇങ്ങനെ ചെയ്യാം. അപ്പം പുള്ളിക്ക് അത് ദേഷ്യം തുടങ്ങി. ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ബിസിനസ് ഈ ഒരു എംപ്ലോയ്മെൻ്റൊക്കെ ഉണ്ട്. ആ സമയത്ത് ജോബ് കൺസൾട്ടൻസി സെറ്റപ്പൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പുള്ളിയെടുത്ത്, സാർ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം, നമുക്കിങ്ങനെ ഈ എംപ്ലോയ്മെൻറ്റ് സർവീസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പുള്ളി അതൊക്കെ റിജക്റ്റ് ചെയ്ത്, ഇതൊന്നുമല്ല നമ്മൾ ഫ്യൂച്ചറാണ്, നമ്മൾ ജസ്റ്റ് ഡേയിലാണ് പുള്ളിയുടെ ഒരു എയിം നിൽക്കുന്നത്, ഏറ്റവും ഡൗൺഫോൾ. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്ത്. അങ്ങനെ അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം പുള്ളി 3 ലക്ഷം രൂപ ലോസിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കണം, അതിനുവേണ്ടി ഞാൻ പുള്ളിനെ വിജയിപ്പിക്കണം. അതിന് ഞാൻ 3 ലക്ഷം രൂപ ആ സമയത്ത് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഈ കമ്പനിയുടെ പ്രോബ്ലം, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പുള്ളിയെടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ്, എടാ നീ പോയി പ്രസൻറ്റ് ചെയ്താൽ പുള്ളി സമ്മതിക്കത്തില്ല, നീ പ്രസൻറ്റ് ചെയ്താൽ പുള്ളി സമ്മതിക്കത്തില്ല. കാരണം ഒന്നാമത് എന്നെ പുള്ളിക്ക് ഇഷ്ടമല്ല, അതായത് ഞാൻ പുള്ളിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇഷ്ടമല്ല, ഞാൻ ക്വസ്റ്റ്യൻ കാരണം എനിക്ക് വിജയിക്കണം. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് അത് സെറ്റ് ചെയ്തു. ഈ ആദ്യം 3 ലക്ഷം രൂപ ലോസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് മന്ത് ഈ 3 ലക്ഷം ലോസ് ഉണ്ടാകുന്ന കാരണം കണ്ടെത്തി 3 മാസത്തിനുള്ളിൽ ഞാൻ 3 ലക്ഷം രൂപ ലാഭത്തിലൂടെ എത്തിച്ചു. അപ്പോൾ അന്ന് ഞാൻ മാർക്കറ്റിംഗ് ബിസിനസ് കംപ്ലീറ്റ്ലി എൻ്റെ ചേഞ്ച് ചെയ്ത് ബിസിനസ് പ്ലാൻ ചെയ്തപ്പം ഈ ബിസിനസ്സിൻ്റെ എന്ത് ചെയ്ത് ഈ ഓണറിനെക്കാട്ടി കൂടുതൽ എനിക്ക് പ്രിയോറിറ്റി ആയി ബിസിനസ്സിൽ. അങ്ങനെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളി നൈസായിട്ട് തന്നെ എന്ത് ചെയ്തു, പിന്നെയും ഫീൽഡ് വർക്ക് ഇട്ട് ഞാൻ അങ്ങനെ നിർത്തി.
അവിടുന്നാണ് ഞാൻ ഈ ഒരു ജോബ് കൺസൾട്ട് തുടങ്ങാമെന്നുള്ളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തത്. അത് എവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആലപ്പുഴ ബേസ് ചെയ്തിട്ടാണോ അതോ? ഞാനത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഞാൻ 7 വർഷത്തോളം ഈ സെയിൽസ് വർക്ക് ചെയ്തു, മാർക്കറ്റിംഗ് വർക്ക് ചെയ്തു, ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫീൽഡ് വർക്ക് ചെയ്ത് മാനേജറായി. ഇതൊക്കെ കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോഴും ഞാനൊന്നുമല്ല. എൻ്റെ കയ്യിൽ ഈ പറയുന്ന സംസാരിക്കാനുള്ളൊരു ഇതുണ്ട്, മാർക്കറ്റിംഗ് അറിയാം, സെയിൽസ് ചെയ്യാം, ആൾക്കാരോട് സംസാരിക്കാം, അങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ട്. അല്ലാതെ പൈസ ആയിട്ട് എൻ്റെ അടുത്തൊന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പം ഒന്നുമില്ല. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഇങ്ങനെ നടയല്ല, അമ്പലത്തെ കുളത്തിൻ്റെ അവിടെ ഇരിക്കുക. ആ സമയത്ത് ഞാൻ രാവിലെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചിരിക്കാനും വരുന്നുണ്ട്, കരയാനും വരുന്നുണ്ട്. അതിൻ്റെ ഒരു നടുക്കത്തെ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ചിരിയും കരച്ചിലുമായിട്ടുള്ളൊരു മൂഡിലങ്ങ് ഇരിക്കുക. എനിക്കാണ് എന്നെ ഓർത്താൻ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നത്. ആ സിറ്റുവേഷൻ ഞാൻ ഇരുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാനൊരു ഓഫീസിൻ്റെ കാര്യം, പെറ്റ്വെലിൻ്റെ ഓഫീസിൻ്റെ കാര്യം ഞാൻ ഇവിടെ കൂട്ടാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രശാന്ത് എന്നാണ് അവൻ്റെ പേര്. ബ്ലാക്ക് ക്യൂബ്സിൻ്റെ ഒരു കമ്പനിയെല്ലാം വർക്ക് ചെയ്തത്. അപ്പോൾ അവൻ്റെ ഓഫീസിൻ്റെ മേളിൽ എനിക്കൊരു സ്പേസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ലായിരുന്നു. പൈസ ഇല്ലാതെ ഞാൻ ആ സമയത്ത് അവിടെ ചെന്നപ്പം ഇവർ പറഞ്ഞ് അഡ്വാൻസ് കൊടുക്കണമല്ലോ. അഡ്വാൻസ് എൻ്റെ അടുത്ത് ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാസത്തോളം ഗ്യാസ് സ്റ്റോവിൻ്റെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കുറേ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ പോയിട്ടുണ്ട്. അതിൽ നിന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തിയിട്ടാണ് എന്ത് ചെയ്തത്, ഒരു അഡ്വാൻസ് കൊടുത്തിട്ടില്ല. അഡ്വാൻസിൻ്റെ അല്ല, അന്നും അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ എടുത്തില്ല. 1 മാസത്തോളം വർക്ക് ചെയ്തെങ്കിലും അഡ്വാൻസ് ഇല്ലാതെ അവർ പ്രൊഡക്റ്റ് വിറ്റ്, അപ്പം അവർക്കും നാളെ ബെനിഫിറ്റ് ആകുമെന്ന് എനിക്ക് തോന്നിയിട്ട് അവരെനിക്കൊരു ഓഫീസ് സ്പേസ് തന്നത്. അവരുടെ കസേര, അവരുടെ മേശ, അവരുടെ ടേബിൾ വിരി, ഇതൊക്കെയാണ് അവരുടെ ഇതല്ല. അത് വെച്ചിട്ടാണ് ഞാൻ ബിസിനസ്സിൻ്റെ ഒരു ഓഫീസ് സ്പേസ് എടുത്തത് ആദ്യം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഒരു 4,500 രൂപയായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ബിസിനസ്സിനകത്ത്. അതും ഈ പറഞ്ഞൊരു കൂട്ടുകാരി എനിക്കൊരു കമ്മൽ പണയം വെച്ച് 4,500 വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അന്നും ഈ 500 ഉണ്ടാക്കാൻ പോലും എൻ്റെ കെൽപ്പില്ല. വീട്ടിൽ 500 രൂപയ്ക്ക് 100 വിസിറ്റിംഗ് കാർഡ്, 100 ആപ്ലിക്കേഷൻ ഫോം എന്നൊക്കെ വെച്ചിട്ട് 1 ഫ്ലെക്സൊക്കെ അടിച്ച് വെച്ച് അങ്ങനെ തുടങ്ങുന്നത്. പിന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ടും പോകുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ പൈസയും വെച്ചിട്ടാണ് ഞാൻ പോസ്റ്ററൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ജോബ് കൺസൾട്ടൻസി എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു പൈസ ഇല്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണം. പക്ഷേ എൻ്റെ ഉള്ളിൽ ജോലിക്ക് പോകാനുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല. കാരണം ജോലിക്ക് പോയാൽ എൻ്റെ തലമുറ മൊത്തവും ഈ പറഞ്ഞ പോലെ ഞാനും ആ തലമുറയിൽപ്പെട്ട് അതേ ഒരു സർക്കിളിൽ തന്നെ പോയിക്കൊണ്ട് എനിക്കറിയാം. എനിക്ക് പോകാനുള്ള ഫണ്ടും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനപ്പം ബിസിനസ് തുടങ്ങാൻ ഫണ്ടില്ല. അതുപോലെ തന്നെ ജോലിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മടിയുമാണ്. എനിക്ക് ജോലി ചെയ്യാനുള്ള മടിയുമാണ്. കാരണം എനിക്ക് ചുമ്മാ പോയി ജോലി ചെയ്യാൻ മടിയാണ്. എന്തെങ്കിലും ഈ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് നാളെ എന്തെങ്കിലും ബെനിഫിറ്റ് വേണം. ഞാൻ ജോലി അന്വേഷിച്ച് കുറച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കി. ഒന്ന്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഒരു ജോലി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കമ്പനിക്കാർ വിളിക്കുന്നുണ്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. അതുപോലെ ഒരാൾക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഒരു ജോബ് കൺസൾട്ടൻസി എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് വന്നത്. അപ്പോൾ എന്നാണ് നമ്മൾ ആസ്പെയറിലേക്ക് തുടക്കം ഇടുന്നത്? എന്നാണ് ആസ്പെയറിൽ തുടങ്ങുന്നത്? ജനുവരി 1-ാം തീയതിയാണ്. 1 മാൻ ആർമി ആയിരുന്നു. കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്ത സമയത്ത് ചേട്ടൻ്റെ വണ്ടി, പിന്നെ ആസ്പെയർ എന്നുള്ള കേരള എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടുകാരൻ പ്രശാന്താണ്. അവനാണ് എനിക്കൊരു ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അവൻ്റെ ഓഫീസിൻ്റെ മേളിലെ സ്പേസ്, പ്രശാന്ത്, പ്രീജു, ഹരിസാറ്, 3 പേരുടെ ഒരു കമ്പനിയായിരുന്നു. അവരുടെ മേളിലെ സ്പേസ് അവർ തന്നു, അഡ്വാൻസ് ഇല്ലാതെ അവർ തന്നു. അവരുടെ മേശ, കസേരയൊക്കെ ഞാൻ യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ എൻ്റെ അഡ്വാൻസ് ഇല്ലായിരിക്കും, പക്ഷേ ഞാൻ ഉറപ്പായിട്ടും വാടക തരും, നിങ്ങളെ പറ്റിക്കത്തില്ല എന്നുള്ളൊരു വാക്ക് കൊടുത്തു. പക്ഷെ അത് ഞാൻ 3 വർഷത്തോളം ഞാൻ അങ്ങനൊരു ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇത് ഏത് വർഷത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 8-ാമത്തെ വർഷമായി. ജനുവരി 1-ാം തീയതി 8 വർഷമായി. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയ സമയത്തിൽ ഞാൻ ഗ്യാസ് സ്റ്റോവിൻ്റെ പോസ്റ്റ് അടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്നൊരു ഇൻകത്തിൽ നിന്ന് ഞാൻ പോസ്റ്റ് അടിക്കും. ജോബ് വേക്കുന്നത് പോസ്റ്റ് അടിച്ചിട്ട് ഞാൻ രാവിലെയും രാത്രിയൊക്കെ പോയിട്ട് 5 മണിക്ക് രാവിലെ 5 മണിക്ക് പോയി പോസ്റ്റ് ഒട്ടിക്കും. മൈദയെല്ലാം കുറുക്കി നേരെ പോസ്റ്റ് കൊണ്ട് പൊട്ടിക്കും. പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഓഫീസിൽ വരും. ഓഫീസിൽ വന്ന ശേഷം ഓഫീസിൽ ഈ പോസ്റ്റർ ഒട്ടിച്ച കോള് വന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യും. അത് ശേഷം ഈ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഫീൽഡിൽ പോയിട്ട്
ഫീൽഡിൽ ഇപ്പോൾ വേക്കൻസി കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്യും, എന്നിട്ട് വീണ്ടും പോസ്റ്റ് ഒട്ടിക്കാൻ പോകും. ഒരു മാസം കഴിയുമ്പോൾ ഒരു സ്റ്റാഫ് വന്ന്, അപ്പോൾ ഓഫീസ് വർക്ക് ആളെ ഏൽപ്പിച്ച് ആ സ്റ്റാഫ് ഇപ്പോഴും എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. 8 വർഷമായിട്ടും ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾ ഒരു സലോമിൽ നിന്നാണ്. ആൾ ഇപ്പോഴും 8 വർഷമായിട്ട് ആ സ്റ്റാഫ് ഇപ്പോഴും എൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ആളാണ് ഇപ്പോഴത്തെ അഡ്മിൻ. ഇപ്പം എത്ര ജീവനക്കാരുണ്ട് ഇപ്പോൾ? ഇപ്പോൾ എനിക്കൊരു 30+ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ നമ്മുടെ ശരിക്കും പ്രോപ്പർ ലൊക്കേഷൻ എവിടെയായിരുന്നു ഓഫീസിൽ? എൻ്റെ ഓഫീസ് ലൊക്കേഷൻ ആദ്യം ഞാൻ തുടങ്ങിയത് തുമ്പോളി എന്ന സ്ഥലത്താണ്, ആലപ്പുഴ തുമ്പോളിയിലായിരുന്നു. ഞാൻ 2 വർഷം കൊണ്ട് തന്നെ ഏകദേശം ഒരു 7 ബ്രാഞ്ചുകൾ ഡെവലപ്പ്, 7 ബ്രാഞ്ച് ഇട്ടു. ആ സമയത്തെ പ്രളയവും അതുപോലെ തന്നെ കോവിഡൊക്കെ വന്നിട്ട്, കോവിഡ് വന്ന ശേഷം ഞാൻ 1 വർഷത്തോളം 7 ബ്രാഞ്ചിൻ്റെയും വാടക കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് ഞാൻ ഹെഡ് ഓഫീസിൻ്റെ കൺസെപ്റ്റിലോട്ട് പോയത്. ഞാൻ ഒരു 3-4 ബ്രാഞ്ച് പൂട്ടിയിട്ട് എല്ലാം ഒന്നിച്ചൊരു ഹെഡ് ഓഫീസ് തുമ്പോളി തന്നെ എടുത്ത് അവിടെ വർക്കൗട്ട് ചെയ്ത് അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ധനൂജിൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നാണ് ഈ ഒരു ജോബ് കൺസൾട്ടൻസിയിലേക്ക് എത്തുന്നത്. ശരിക്കും നമ്മളുടെ ഒരു സർവീസ് ടോട്ടൽ എന്തൊക്കെയാണ്? ഞാൻ ജോലി അന്വേഷിച്ച സമയത്ത് ഞാൻ നേരിട്ട പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ജോലിയാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ഇതാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. കാരണം എല്ലാവരുടെയിലും ഈ ക്വാളിഫിക്കേഷനുണ്ട്. ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോലിയുമായിട്ട് വലിയൊരു അന്തരം ഉണ്ടെന്നുള്ള കാര്യം മിക്കവർക്കും അറിയത്തില്ല. അത് ഞാൻ ബേസിക്കാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ലൈക്ക് ഡിഗ്രി, അതുപോലെ തന്നെ ഇപ്പോൾ ലൈക്ക് ബിടെക് നോക്കാം. അത് എല്ലാ ഇതിനൊരു അന്തരം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓക്കെ. ഇപ്പോൾ ലൈക്ക് ടാലി പഠിക്കുന്ന ഒരാൾ, അല്ലെന്നുണ്ടെങ്കിൽ CNC കട്ടർ പഠിക്കുന്ന ഒരാൾ, അതൊക്കെ ഒരു പ്രൊഫഷണൽ ജോബാണ്. അല്ലാതൊരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ജോലി നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ആ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലിയിൽ ഇവൻ ഈ ചെയ്യേണ്ട വർക്ക് ഇവൻ അറിയത്തില്ല. അപ്പോൾ ഈ അന്തരം ഇവന് സംഭവിച്ചിട്ട് ഒന്നാമത്തെ കാര്യം ഇവർ സംഭവിച്ച്, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്രയും വലിയ സാലറി ജോലി വേണം, കാരണം ഇവൻ്റെ കയ്യിൽ ഐഫോണുണ്ട്, ഇവൻ ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സംഭവം ഒന്ന് ഇവന് മനസ്സിലാകണം. അതായത് എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് കിട്ടാവുന്ന സാലറി ഇതാണ്, ഇത്ര ടൈമാണ്, ഇത്ര ലൊക്കേഷൻ, ഇന്ന ജോലി വേണം. ഇത് ഒരാൾക്ക് മനസ്സിലാകണം. ഒന്നെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, തേരാപ്പാര കുറേ നടന്ന് മനസ്സിലാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസൾട്ടൻസി വന്നാൽ അവർ പറഞ്ഞു കൊടുക്കും. അപ്പം ഇത് ഇന്ന് ചിലവർക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും, ചിലവർക്ക് മനസ്സിലാകത്തില്ല. ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമർ നമ്മളപ്പം ഒരു കാൻഡിഡേറ്റ് വന്ന് നമ്മൾ ആ കാൻഡിഡേറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇന്ന ജോലിയാണ് പറ്റുന്നത്. അപ്പോൾ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ട് പറയും, ഇതാണ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, നമുക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ നമ്മൾ ഡെയിലി ഇവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യും. ഇവരുടെ റെലവൻ്റ് ആയിട്ടുള്ള വേക്കൻസി നമ്മൾ എന്ത് ചെയ്യും, അവരെ വിളിച്ച് പറയും. പിന്നെ വിളിച്ച് പറഞ്ഞ് ഇവരൊന്നും അറിയണ്ട. ഇപ്പോൾ ജോലി വന്ന ഒരാൾ സംബന്ധിച്ചിട്ട് ഇവരുടെ റിക്വയർമെൻറ്റ് അറിഞ്ഞ് പിന്നെ ഇവർ ജോലി കിട്ടുന്നവരെ ബാക്കിയുള്ള ഫോളോ അപ്സ് ഒക്കെ നമ്മൾ കാണിക്കൊള്ളൂ. ഇപ്പോൾ ചില കമ്പനികൾ സാലറി കൊടുക്കത്തില്ല, ചില കമ്പനികൾ ട്രസ്റ്റ് ആയിരിക്കത്തില്ല, ചില കമ്പനികൾ ബാഡായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും തൊഴിലിടത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കും. നമ്മളൊരു സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്, പ്രീമിയം സർവീസ്. നമ്മൾ നോർമലി ജോബ് കൺസൾട്ടൻസിയിൽ ചില രജിസ്റ്റർ ഫീസ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. നമ്മൾ സർവീസ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്, കാരണം നമ്മൾ പ്രീമിയം സർവീസ് കൊടുക്കുന്നു. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവനൊന്നും അറിയണ്ട, അവന് നമുക്ക് പറ്റിയ ആളാണെന്നുണ്ടെങ്കിൽ അവന് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ നമ്മൾ അതിനുള്ള സർവീസുകൾ കൊടുത്ത് കൃത്യമായിട്ട് അവരെ മാനേജ് ജോലിയായി കൊടുക്കും. എന്തുതരം ജോലികളാണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? കൂടുതലും non-IT ജോബ്സുകളാണ് ഇപ്പം കറൻ്റ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈക്ക് ഓഫീസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, കളക്ഷൻ, അങ്ങനെയുള്ള നോർമൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന സ്ഥാപനങ്ങളിലുള്ള ജോലികൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു 8 വർഷം കൊണ്ട് നമ്മൾ എത്ര പേർക്ക് ജോലി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്? 8 വർഷം കൊണ്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഒരു മാസത്തിൽ ഞാൻ പറയാൻ പറ്റും. എൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഒരു 350 മുതൽ 500 പേർക്ക് വരെ ഒരു മാസം നമ്മൾ ജോബ് കൊടുക്കുന്നുണ്ട്. നമ്മൾ 500 മേളിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1000 പേർക്ക് കൊടുത്താലും ചിലവർ പല എക്സ്ക്യൂസസ് പറഞ്ഞ് ജോലി കയറത്തില്ല. നമ്മളൊരു മിനിമം ഒരു 350 മേളിൽ നമുക്കൊരു മാസം മിനിമം 350 തൊട്ട് 500 വരെ കൊടുക്കാൻ സാധിക്കും, സക്സസ്ഫുള്ളായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഉണ്ടായ ഒരു കിടപ്പാടം നമ്മൾ വിറ്റ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക, പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്നിവിടെ വരെ എത്തി നിൽക്കുന്നു. നമ്മൾ അന്ന് ആ ഒരു സമയത്ത് നമ്മൾ എല്ലാം ഇല്ലാതായ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ സക്സസ് ആയിട്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എൻ്റെ ലൈഫിൻ്റെ ഒരു എയിം ഇപ്പോൾ ഈ ഒരു വരാനുള്ള റീസൺ തന്നെ, അപ്പോൾ എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു എയിം എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഇപ്പോൾ എല്ലാ ബിസിനസ്സുകാരുടെയും ആദ്യത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ
പൈസ തന്നെ ആയിരിക്കും. അതെ അതെ. വലിയ വലിയ പൈസ ഉണ്ടാക്കി വലിയ സക്സസ്ഫുൾ ആൾക്കാരുടെയൊക്കെ ഒരിക്കലും അവരുടെ പൈസ മാത്രമായിരിക്കത്തില്ല അവരുടെ കയ്യിൽ. ചിലപ്പോൾ അവരുടെ ആ ഒരു കാറ്റഗറി ടോപ്പ് ആകുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സഹായിക്കുക, എന്തെങ്കിലും മോട്ടിവേഷൻ ആയിരിക്കും. ഒരിക്കലും പൈസ ഒരിക്കലും ഒരു ഘട്ടം കഴിഞ്ഞ ഒരു പൈസയ്ക്ക് ഒരിക്കലും മോട്ടിവേഷൻ തരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പം അവർ വേണ്ടതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ സൊസൈറ്റീനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പം ഞാൻ ചെയ്യുന്ന ജോബ് കൺസൾട്ടൻസി ആയിരിക്കണം, അതിനകത്ത് ടോപ്പർ ആകുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്റ്റീജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ. എൻ്റെ ഒരു ഇപ്പോഴത്തെ എയിം എന്ന് പറയുന്നത് ആസ്പയർ കേരള എന്നുള്ള ബിസിനസ് ഇപ്പോൾ കേരളത്തിലുള്ളൂ, അത് പാൻ ഇന്ത്യ ലെവലിലോട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എൻ്റെ സെക്ടറുകൾ ഞാനിപ്പം ഇത് തന്നെ ഈ എംപ്ലോയ്മെൻറ്റ് തന്നെ പല സെക്ടേഴ്സ് ഉണ്ട്, IT, അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെ പല സെക്ടർ അതെല്ലാം കവർ ചെയ്യണം. മാട്രിമോണി, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ എല്ലാം കവർ ചെയ്യണം എന്നുള്ള പ്ലാനുണ്ട്. പാൻ ഇന്ത്യ ലെവലിലോട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. ഇതിപ്പോൾ 2025 ഒരു 2030 ധനൂജും അതുപോലെ ആസ്പയർ കേരളയും എവിടെ എത്തി നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ആസ്പയർ കേരള എന്നുള്ള കമ്പനിയെ പാൻ ഇന്ത്യ ലെവലിൽ എത്തിക്കും. അത് കൂടാതെ തന്നെ ഒരു പാനലായിട്ട് വേറൊരു കമ്പനിയും കൂടെ തുടങ്ങാനൊരു പ്ലാനുണ്ട്. ഒരു മിനിമം 1,000+ എംപ്ലോയീസ് എങ്കിലും എൻ്റെ അണ്ടറിൽ വേണമെന്നുള്ളത് എൻ്റെ ഒരു എയിമാണ്. അപ്പം അതിലേക്കുള്ളൊരു യാത്രയാണ്. ഓക്കെ, ഇപ്പോൾ ധനൂജ് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ 1,000+ ഈ പറഞ്ഞ പോലെ ജീവനക്കാരിലേക്കും അതുപോലെ ഒരു പാൻ ഇന്ത്യൻ കമ്പനിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു.